ഹൈദരാബാദ് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ്. കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. നിലവിൽ 21.3 ഓവറിൽ 3 വിക്കറ്റിന് 87 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. 40 പന്തിൽ 20 റൺസ് നേടിയ സാക്രൌലി, 39 പന്തിൽ 35 റൺസ് നേടിയ ബെൻ ഡക്കറ്റ്, 11 പന്തിൽ 1 റൺ നേടിയ ഒല്ലി പോപ്പ് എന്നിവരാണ് പുറത്തായത്. 19 പന്തിൽ പുറത്താവാതെ 14 റൺസുമായി ജോ റൂട്ടും 24 പന്തിൽ 20 റൺസുമായി ജോണി ബെയർസ്റ്റോയുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി അശ്വിൻ 2 വിക്കറ്റും ജഡേജ 1 വിക്കറ്റും വീഴ്ത്തി. അതേസമയം ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ നേടിയ ഒരു ക്യാച്ചാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത്. ഒല്ലി പോപ്പിനെ പുറത്താക്കാനായിരുന്നു ഇന്ത്യൻ നായകൻ ഒരു തകർപ്പൻ ക്യാച്ച് നേടിയത്. 15-ാം ഓവറിലെ 4-മത്തെ പന്ത്. രവീന്ദ്ര ജഡേജയാണ് ബോളർ. പന്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒല്ലി പോപ്പിന് തെറ്റി. എഡ്ജ് ചെയ്ത പന്ത് പിന്നിലേക്ക് പോയി. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തിരുന്ന രോഹിത് ശർമ്മ മികച്ച റിഫ്ലക്സോടെ ആ ക്യാച്ച് കൈക്കുള്ളിലാക്കി. ഫിറ്റ്നസിന്റെ പേരിൽ മിക്കപ്പോഴും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു താരമാണ് രോഹിത് ശർമ്മ. എന്നിട്ടും ഈ 36-ാം വയസ്സിലും സ്ലിപ്പിൽ 1-ാം തരം ഫീൽഡറാണ് ഇന്ത്യൻ നായകൻ. രോഹിത് നേടിയ ക്യാച്ചിനെ കമന്റേറ്റർമാരും ക്രിക്കറ്റ് നിരൂപകരുമെല്ലാം ഒരുപോലെ അഭിനന്ദിച്ചു. എന്തായാലും ഈ ക്യാച്ചിന്റെ വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വൈറലാണ്.